മീറ്റിംഗ് ഉണ്ട്, ഒന്ന് പോയിട്ട് വരാമേ. ഞങ്ങൾ പോയിട്ട് വരാം ബാബു. പോയിട്ട് വരാം. നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. എന്നാ കുഴപ്പം ഒന്നാതെ നമ്മൾ ഒരു സിറ്റുവേഷനൊക്കെ എടുത്ത് വെച്ചേക്കുവാ. കൊണ്ടുപോയതാണ്. കുഴപ്പമില്ല, വന്നോ സരക്കെ വെറുതെ ചുമ്മാ ഹോസ്റ്റൽ ഒന്നും ആവല്ലോ സരക്കെ. സെക്യൂരിറ്റി ഹലോ ഫുഡിയൊക്കെ സുന്ദരനായിട്ടുണ്ടല്ലോ. ആണോ? ആണല്ലേ? നേരെ ഇറങ്ങി നേരെ സരക്കെ പോലേടാ, ഞാൻ കേറിയില്ലടാ. സരക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് ചോദിച്ചേ, ബാബു നിനക്കൊരു കരച്ചിൽ കേൾക്കണോ? അണ്ണാ ആകെ 40 ഉള്ളു. തരായിട്ട് ആർപി ചെയ്യോ? താരമായിട്ട് ആർപി ചെയ്യോ? ജസ്റ്റ് സജഷൻ ആണ്. ആദ്യത്യൻ താങ്ക് യു സോ മച്ച്. അത് മോട്ടീവ് പറ. താങ്ക് യു സോ മച്ച്. താരം ആരാ? ഹലോ 3 to 5 days. 3 to 5 days ഒന്നും പറ്റത്തില്ല ബാബു. 3 days. 3 days മുള്ളി. ഇതിന് വേണ്ട ഒരു ഞാൻ പറയാം, പുറത്ത് പറയും, ഒരു ചെറിയൊരു നമസ്കാരം. ഓ നമസ്കാരം. എല്ലാരും ഉണ്ടായിരുന്നല്ലേ? ഇത് നമ്മളെ ഫാമിലിയിലുള്ള ലീഡർ വാസു. പരിചയപ്പെട്ടില്ലേ? അല്ല അത് മാസ്ക് വെച്ചവരെല്ലാം താഴെയുള്ളവരാണ്. താരം നമ്മള് കണ്ടായിരുന്നു മറ്റേ ഡ്രസ് ഷോപ്പ് ഞാനിപ്പോ നമ്മുടെ അനിയന്റെ കാര്യം സംസാരിക്കേണ്ട വന്നാണ്. അപ്പൊ പിന്നെ വാസും കൂടെ വരുന്ന പറഞ്ഞ കൂടെ കൂട്ടിയതാണ്. കുട്ടി നമുക്കൊരു കാര്യം നമുക്ക് മാറി സംസാരിക്കാം. വാ വരൂ. എങ്ങോട്ട് മാറി? നമ്മള് സംസാരിച്ചിട്ട് വരാം. വാസുടെ വന്നു, നമ്മള് മാറി സംസാരിച്ചിട്ട് വരാം. വാസു വന്നു. അപ്പം കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് തെളിച്ച് പറഞ്ഞു കൊടുത്തു വാസുവിനും കൂടി. ഞാന് വേറൊരു സിറ്റിയിൽ നിന്നാണ് വരുന്നത്. പറഞ്ഞോ. ദൂരെ ഒരു സിറ്റിയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ശരിക്കും തുടക്കത്തിൽ നിന്ന് പറയാനാണെങ്കിൽ ഞാനും എന്റെ അമ്മയും എന്റെ അച്ഛനും അനിയനും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം ഞങ്ങളുടെ. എന്റെ അച്ഛൻ ഒരു കസ്റ്റംസ് ഓഫീസർ ആയിരുന്നു. അപ്പൊ അച്ഛൻ ജോലിയിലിരിക്കെ ഞങ്ങളുടെ സിറ്റിയിലുള്ള വലിയൊരു ഡോൺ, എന്റെ പേര് ഇവിടെ എനിക്കിപ്പോ പറയാൻ തന്നെ പേടിയാ. ബൽറാം എന്നാണ് പേര്. ഈ സിറ്റിയിൽ ആ പേരൊന്നും പറയാൻ പേടിക്കേ വേണ്ട. നമ്മുടെ പുറകിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. എന്റെ പുറകിലോട്ട് നോക്കിയേ. നമുക്ക് പേടിയുള്ളത് ഒറ്റ ഒരാളെ മാത്രമേ ഉള്ളൂ. അത് നമ്മളെ തന്നെയാ. ഇവിടത്തെ ലീഡർമാർക്കൊക്കെ നല്ല വിലയാണ്, മനസ്സിലായി. ഏറ്റവും വലിയ ഗ്യാങ്സ്റ്റേഴ്സ് എന്നൊക്കെ വിളിപ്പേര് എല്ലാരും പറയുന്നുണ്ട്. എന്നെയൊക്കെ ഡെയിലി ഞാൻ ഇപ്പൊ സിറ്റി വന്നില്ലേ പോലും എല്ലാരും ഓർക്കും എന്നെ. എല്ലാരും ഓർക്കും എന്നെ എല്ലാരും എല്ലാ ദിവസവും ഓർക്കാറുണ്ട്. ഒരു ദിവസം പോലും ഇല്ല ഒഴികെ എന്നെ. ഞാൻ ഇപ്പൊ 10 ദിവസം സിറ്റി വന്നില്ലേ പോലും എന്റെ പേരിങ്ങനെ ഈ സിറ്റിയിൽ ഇങ്ങനെ പരക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അത് കഴിഞ്ഞ ദിവസം സരക്കെണ്ണം പറഞ്ഞായിരുന്നു. ആണല്ലേ? അപ്പൊ എന്റെ അച്ഛൻ കസ്റ്റംസ് ഓഫീസർ ആയതുകൊണ്ട് പുള്ളിയുടെ ഒരു വലിയ കണ്ടെയ്ൻമെന്റ് പിടിച്ചെടുത്തു. ഡ്രഗ്സും അങ്ങനെ പല ഇല്ലീഗൽ സാധനങ്ങളുടെ ഒരു കണ്ടെയ്ൻമെന്റ് പിടിച്ചെടുത്തു. അത് പുള്ളിക്ക് ബൽറാമിന്റെ. അപ്പൊ അത് പുള്ളിക്ക് ഭയങ്കര ദേഷ്യമായി. അങ്ങനെ പുള്ളി ആ വൈരാഗ്യത്തിന് എന്റെ അച്ഛനെ അമ്മേനെ എരിച്ചു കൊന്നു ഞങ്ങളുടെ മുന്നിലിട്ട്. ഞങ്ങള് കൊച്ചു കുട്ടികളായിരുന്നു, ഞങ്ങള് നിസ്സഹായരായിരുന്നു. എനിക്ക് 6 വയസ്സ്, എന്റെ അനിയന് 3 വയസ്സ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അന്നത്തെ പ്രശ്നമാണല്ലേ. കേട്ടിട്ട് തന്നെ വിഷമം വരുന്നു. കിളവന്മാരൊക്കെ ഒറ്റ അടിക്ക് നസുക്കി വിടാണോ? എന്നിട്ട് ഇത്രയും വർഷം നിങ്ങളെ ജീവിക്കാൻ വേണ്ടി വിട്ടോ?
അണ്ണ ഞാൻ പറയട്ടെ, അത് അയാള് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. അയാളുടെ കീഴിലായിരുന്നു ഞങ്ങളെ വളർത്തുന്ന. ഞങ്ങളെ വെറുതെ വളർത്തുമല്ല, ഞങ്ങളെ കൊണ്ട് പട്ടിപ്പണി എടുപ്പിക്കായിരുന്നു അണ്ണ. അപ്പൊ പണിയെടുക്കാതെ തിന്നാൻ പറ്റിയിട്ടില്ല ഇതുവരെ? ഇല്ല. അതിന്റെ ഒരു സുഖം. സമയത്ത് ഓ ഇല്ല, ഫുൾ പട്ടിണിയായിരുന്നു. കണ്ടാ പറയൂട്ടോ. പറയാൻ വരുമായിരുന്നു. നല്ല കോലം സിറ്റി വന്ന് 2 ദിവസം കൊണ്ട് തിന്നിങ്ങനായത്. ഹലോ ഹലോ, എവിടുണ്ട്? ഇതാര്? എന്റെ പേര് ഗോകു എന്നാണേ. എവിടുണ്ട്? ഞങ്ങള് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുക. എന്താ പറ്റി ബ്രോ? എനിക്ക് ഒന്ന് സംസാരിക്കണം ബ്രോയോട്. കാര്യം എന്തായാലും പറ്റി? ബ്രോയ്ക്ക് എനിക്കൊരു പ്രശ്നം, അത് ബ്രോയ്ക്ക് മാത്രം തീർക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ജസ്റ്റ് ഒന്ന് കാണുക, സംസാരിക്കുക, അത്രേ ഉള്ളൂ. എന്നാ യുയിലോട്ട് വന്നിട്ട് വിളിച്ചാൽ മതി. ഇതെന്തോ പുതിയ വള്ളിയാട്ടോ അത്. ഹലോ, ഇതൊക്കെ ഓർത്ത് വെച്ചിരുന്നാ വാസോ? പിന്നെ എന്തിനാ ഞാൻ എന്താ വിളിക്കണ്ടേ? അല്ല, എല്ലാരും ബാജു അണ്ണാനാണ് വിളിക്കുന്നത്. ഒരു പ്രമുഖനാണ്, വളരെ റെസ്പെക്ട് ഉള്ള ആളാണ്. കുഴപ്പമില്ലായിരുന്നു. എന്തായാലും വിളിച്ചു. പറഞ്ഞു കുട്ടി. ബാക്കി പറഞ്ഞു. വാസണ്ണ അങ്ങനെ അയാൾ എന്നെ അയാളുടെ PA ആക്കി. എന്റെ അനിയനെ അയാള് ഡ്രഗ് ഡീലിങ്ങും ഗൺ ഫൈറ്റിനും ഒക്കെ ആയിട്ട് ഇറക്കി. അയാൾക്ക് 2 ഫാക്ടറി ഉണ്ടായിരുന്നോ? ഇല്ല. ഓക്കേ, ഫൈൻ. ആളെ പിടിയിട്ടില്ല. അപ്പൊ അണ്ണ അയാളുടെ എല്ലാ ഡീലർഷിപ്പും കാര്യങ്ങളെ പറ്റിയുള്ള ഒരു സ്കെഡ്യൂളും കാര്യങ്ങളും ഒക്കെ എന്റെ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇയാൾക്കെതിരെ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാന് ഒരു വലിയൊരു കൺസൈൻമെന്റ് അതിനെപ്പറ്റി അറിഞ്ഞിട്ട് ഞാൻ പോലീസിൽ അറിയിച്ചു. പോലീസിലെ അവിടുത്തെ കസ്റ്റംസുകാരെ അറിയിച്ചു. അവസാനം അവരത് പിടികൂടി. അതാണെങ്കിൽ വേറെ പുറത്ത് ആർക്കും അറിയാത്ത ടോപ്പ് സീക്രട്ട് സാധനമായിരുന്നു. അപ്പൊ അത് കുറെ ഡ്രഗ്സ്, ഗണ്ണും ഇല്ലീഗൽ ഗൺസും കാര്യങ്ങളും കുറെ സാധനങ്ങള്. അത് 2 ഷിപ്പോ മറ്റോ ഉണ്ടായിരുന്നു. 2 ഷിപ്പ്? എത്ര കണ്ടെയ്നർ? അതെണ്ണ അതിൽ എത്ര കണ്ടെയ്നർ ഉണ്ടെന്ന് ചോദിച്ചൊരു 500 കണ്ടെയ്നർ കാണും. ഇതിപ്പോ സാധനം ഇവിടെ ഉണ്ട്. സാധനം കസ്റ്റംസ് ഓഫീസർ പിടിച്ചില്ലേ? അപ്പൊ അത് കിട്ടത്തില്ല. പറഞ്ഞു വന്നത് കിട്ടത്തില്ല. അപ്പൊ അത് പിടിച്ചെന്റെ വൈരാഗ്യത്തില് എന്റെ അനിയനാന്ന് വിചാരിച്ച് അവനെ പിടിച്ചു വെച്ചേക്കുവാ. അവനെ പിടിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി അടുത്തത് ഞാനാന്ന്. അനിയൻ അതിന് കസ്റ്റംസിലല്ലോ, പിന്നെ എങ്ങനെയാ അനിയനെ പിടിച്ചത്? അല്ല, എന്റെ അച്ഛനെ കൊന്ന വൈരാഗ്യത്തിന് അനിയനാ ചെയ്തേന്ന് വെച്ചിരിക്കുക. അനിയനാണ് ഒറ്റ നിക്കത്തില്ലെന്ന്. അതെ. പക്ഷെ അത് പിന്നീട് അറിഞ്ഞു ഞാനാണ് ആളെന്ന്. കുട്ടിയാണ് ഒറ്റ കൊടുത്തതെന്ന് അറിഞ്ഞവര്? എങ്ങനെയാ? താരയാണ് ഒറ്റ കൊടുത്തതെന്ന് അവര് പറഞ്ഞോ? അവര് ഇപ്പൊ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അണ്ണ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഇയാളെ കൊല്ലാനൊക്കെ പ്ലാൻ ചെയ്തണ്ണ. ഞാൻ വിചാരിച്ച് ഇയാൾക്ക് ഒരു ദിവസം കുറച്ച് ഉറക്ക ഗുളിക നമ്മുടെ കോഫിയിൽ കലക്കി കോഫിയിൽ കലക്കി കൊടുത്ത് കൊല്ലാന്ന് വിചാരിച്ച്. പക്ഷെ അല്ല, കൊറേ ഉണ്ടായിരുന്നു. ഡോസ് കൂട്ടിയാ കൊടുത്തേ. വിഷം കിട്ടിയില്ലെന്ന്. അതാ പറഞ്ഞ ഈ ബുദ്ധി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ കേക്കണ്ട, ഞാൻ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളെ വിളിച്ച് എന്തായാലും കാര്യമായി. അതാണ്. എന്നിട്ട് ഈ ഉറക്ക ഗുളിക കലക്കി കോഫിയിൽ ഇട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു പോയി. ടേസ്റ്റ് ഉണ്ടോന്നറിയാം. ഞാൻ 2 ദിവസം കഴിഞ്ഞാ പിന്നെ എണ്ണീറ്റ് സൂപ്പർ. അങ്ങനെ അതും പളിപ്പോയി. നിങ്ങളൊക്കെ കൊല്ലാൻ അവരെന്തിന് ഇത്ര പ്ലാൻ ഇടുന്ന ഞാൻ ആലോചിക്കുന്നത്. ഒരു വിഷം മേടിച്ച് നേരിട്ട് ഒരു ഗ്ലാസ് തന്നാ പോരെ? അവർക്ക് നേരെ കുടിക്കൂല്ലേ നീ? സത്യം.
ടേസ്റ്റ് ചെയ്ത് നോക്കിയത് ഉറക്കഗുളിക ചായ കലക്കിയിട്ട്. വാവ്, ബുദ്ധിയില്ലായ്മ ഒരു കുറവാണ്. അത് കുറവാണത്, വലിയ കുറവാണത്. സിറ്റിയിലെ പ്രഭുവിലാണ് ബാബു വെച്ചാൽ കുറെ ദിവസത്തെ മഴ അറബിയും വിഷ്ണുനാരായണ ബ്രോ നന്നായി അമ്മച്ചക്ക് ഇതൊക്കെ കണ്ട് ഇതും കണ്ട് അനുഭവിച്ചാലും ആത്മഹത്യ ചെയ്തില്ലല്ലോ. സത്യത്തിൽ പുള്ളി ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് വിഷമിച്ചു അത്തേനെ അങ്ങനെ. ഒരു അല്ല. ഹലോ ഹലോ മോനെ കേക്കാമോ മോനെ? കേക്കായതാരാ? ഞാൻ ഗുരു. ആ ഗുരു, ഒരു മിനിറ്റ് ഗുരു, ഞാൻ ഒരു പരിപാടി ഇരിക്കുമോ, ഞാൻ ഇപ്പൊ വിളിക്കാം ഗുരുവിനെ. നീ സഹായിച്ചാൽ നിനക്കത് കിട്ടും, അത്രേ ഉള്ളു എനിക്ക് പറയാം. ഓക്കെ. ഹലോ ഹലോ, ഞാനാ നേരത്തെ വിളിച്ചേ. എന്തായിരുന്നു കാര്യം? എന്തായിരുന്നു? ഞാൻ ഈ പറഞ്ഞ കാര്യം നമ്മൾ രണ്ടും മൊത്തം അറിയാവുള്ളൂ. ഓക്കെ ഓക്കെ. വേറെ ചെറിയ മറുചെറിയ അറിയരുത്, അല്ല ചെവി അറിയരുത്. മെമ്പർ ചിരിയാ അത്? നീ എന്തിനു പറയണ നീ? ഓ, നമുക്ക് സ്റ്റേജിലേക്ക് കയറാം. അതല്ല, കേറാൻ പോടാ. ഇത് കേക്ക്, എനിക്ക് 1,00,000 രൂപ വേണം. ഐഡി പറ. അല്ല വേണ്ട, ഞാൻ NFC തരാം. NFC ഓ, അത് മതി, അത് മതി. തന്ന്. ഇത് രായനോട് പറയരുത്. ഇല്ല, പറയത്തില്ല. ലാൽ സലാം. ഞാൻ പറഞ്ഞിട്ട് തുറക്കാവല്ലേ? ഓക്കെ. ഞാൻ ഇവിടെ ഉണ്ട്. യൂവിൽ വന്നിട്ട് വിളിച്ചാൽ ബ്രോ, എന്നിട്ട് അവിടെ കുറച്ച് ലെഫ്റ്റിലായിട്ട് പോട്ട് പറഞ്ഞാൽ മതി. ലൊക്കേഷൻ ബാബു, നീ നശിച്ചു പോത്തോളടാ. ഓക്കെ ബ്രോ, നെക്സ്റ്റ് പറയാം. അതാരാ അത്? എനിക്കറിയില്ല, ഒരു പയ്യ ഒരു ഹെൽപ്പ് ചോദിച്ചു. വണ്ടി മുട്ടിച്ചെന്ന് പറഞ്ഞപ്പോ ഈ പറഞ്ഞെന്താ അറിയോ, എനിക്ക് കമ്മീഷൻ വേണമെന്ന്. നീ നശിച്ചു പോത്തോളടാ. ആ വളവിൽ തീരാവുള്ളവരാണ് ഈ പ്രായി പോണത്. രാഗിട്ടൊന്നും തോന്നണില്ലേ? ഇല്ല, 3-4 ദിവസം മുള്ളി പ്രാവൻ തുടങ്ങിയിട്ട് അവൻ 5 ദിവസം പോലീസ് പിടിച്ച് അങ്ങനെ അവൻ നശിച്ചോണ്ടിരിക്കുവാണ് എന്റെ പ്രാവിട്ട്. ഓക്കെ. അല്ല, ഇപ്പൊ എന്തോ സംഭവിച്ചു, ഒരു പിടുത്തവും കിട്ടണില്ല. എന്താണ്? എന്തൊക്കെയോ സംഭവിച്ചു. നീ സഹായിച്ചാൽ നിന്റെ കയ്യിൽ അത് വരും. 1,00,000 കൊടുത്തു. ഇന്ന ആളോട് പറയരുത്. ഓക്കെ, പറഞ്ഞില്ല. നീ നശിച്ചു പോത്തേ ഉള്ളൂ. പോയി. ഞാനാണ് നശിച്ചു പോണത്. അല്ല, എന്തോ സംഭവിച്ചു, എനിക്ക് മനസ്സിലാവണില്ല എന്തൊക്കെയാ സംഭവിച്ചത് ഇവിടെ. ഒരുപാട് ചിന്തിച്ച് കഴിഞ്ഞാൽ മള്ളി ശരിക്കും നശിച്ചു പോകും. മള്ളി എനിക്ക് എസ്കാർട്ടിന് വേണ്ടി ഡെലിവറി വരാനുണ്ട്, ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് അവരത്. ഓ, എന്താണ് ഓർഡർ ചെയ്തത്? എനിക്കറിയുണ്ട് മള്ളി. എന്തോ ആണ് ഞാൻ ശരിയാണ്, ഞാൻ എന്തോ ഓർഡർ ചെയ്ത്, എന്താണെന്ന് ഓർമ്മയില്ല. ക്യാഷ് ഓൺ ഡെലിവറി ആണ്, ഒന്ന് കൊടുത്തേക്കണേ. നിന്റെ എല്ലാത്തിനും ഞാൻ പൈസ കൊടുക്കാൻ. ഇല്ല മള്ളി, ഇത് ഇങ്ങനെ യങ്ങോസിന്റെ ഇത് ചവര ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആവശ്യമുള്ള ടൂൾസ് ആണ്. ചവർ ഉണ്ടാക്കാൻ ടൂൾസാ? മള്ളി, ചവര ഉണ്ടാക്കാൻ വേണ്ടി വലിയ കത്തിരിയില്ലേ, അത് വെച്ച് വെട്ടി പീസ് ആക്കണം. ശരിയാ, ചന്ദ്രനൊക്കെ നല്ല പണിയെടുത്താ ഉണ്ടാക്കിയത്. സത്യം. അതെ. ചന്ദനമണിയുടെ ചുളുങ്ങാത്ത ചന്തിയോ? അതിനൊരു ഉടഞ്ഞ അച്ഛൻ മാത്രം മതിയായിരുന്നു. എന്തിനാണ് അങ്ങനെയൊക്കെ പറയാതെ? താങ്ക് യു സോ മച്ച്. 20. ഞാൻ മറ്റേ ബൽറാമിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി പോയതാണ്. ആളിപ്പോ സിറ്റിയിലില്ല, ഇപ്പൊ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ്. ഉടനെ ഇങ്ങോട്ട് എത്തും. ഓൾറെഡി വാസുവിന്റെ അടുത്ത് പറഞ്ഞല്ലേ, ഗ്യാങ്സ് ഇതപ്പോ ഞാൻ പറഞ്ഞില്ല ഓൾറെഡി ഇവിടെ ഇല്ല എന്നുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പൊ ഡീറ്റെയിൽ നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കറന്റ് എന്തായാലും സിറ്റിയിലില്ല. അടുത്ത ആഴ്ച വരുമെന്നാണ് നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇവിടെ എപ്പോ വേണേലും വരാമെന്നാണ് പറഞ്ഞത്. അറിയത്തില്ല. താരദാസിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു പയ്യൻ വിളിക്കണം. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. ഹലോ. 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 പറടാ.